മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരു മാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുമ്പോൾ ഈ മാസത്തിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ട ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. 8-ാം തീയതി തിരുസഭ പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുക. ഇനി 7 ദിവസങ്ങളാണ് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, കർത്താവീശോ മിശിഹായുടെ ജനന തിരുനാളിന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് പോലെയും ഈശോയുടെ ഉദ്ധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് പോലെയും നമ്മൾ ഓരോരുത്തരും നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ട പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് പെന്തക്കോസ്താ തിരുനാള്. കാരണം ഈശോ ഈ ലോകത്തിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കൊരു സഹായകനെ നൽകണമെന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനത്തില് നമ്മളിത് വായിക്കുന്നുണ്ട്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഭൗതികമായിട്ട് തന്റെ ശിഷ്യന്മാരെ സംരക്ഷിക്കണമെന്ന് ഈശോ പ്രാർത്ഥിക്കുന്നില്ല. സമ്പത്ത് അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല. അവർക്ക് ഭവനം കൊടുക്കണമെന്ന് ഈശോ പ്രാർത്ഥിക്കുന്നില്ല. അവരുടെ ജീവിതത്തിലെ ഭൗതികമായ ഉയർച്ചകൾ നൽകണമെന്ന് ഈശോ പ്രാർത്ഥിക്കുന്നില്ല. ഈശോ പ്രാർത്ഥിക്കുന്നത് സഹായകനെ കൊടുക്കണമെന്നാണ്. ഈ സഹായകൻ പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് പരിശുദ്ധാത്മാവ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളില് ഓരോ നിമിഷവും ജ്വലിച്ചു നിൽക്കണം. കാരണം ആത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. ആത്മാവിന്റെ സഹായം ഓരോ നിമിഷവും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളെയും അറിയാൻ കഴിയുന്നവൻ പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 63-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, എന്നിട്ടും അവർ എതിർത്തു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചു. വേദനിക്കുന്ന പരിശുദ്ധാത്മാവ്, വികാരമുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, വികാരമുള്ള പരിശുദ്ധാത്മാവിനെ നിന്റെ വികാരങ്ങളെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നിന്റെ വേദനകൾ അറിയാൻ, നിന്റെ ദുഃഖങ്ങൾ അറിയാൻ, നിന്റെ കണ്ണുനീരറിയാൻ, നിന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും അറിയാൻ കഴിയുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെയാണ് ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ വികാര വിചാരങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ഓരോ നിമിഷവും ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളിൽ നിറഞ്ഞു നിൽക്കണം. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ. നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം. ഈ ആത്മാവിന്റെ അഭിഷേകത്താൽ നമ്മൾ ഓരോരുത്തരും ജ്വലിച്ചു നിൽക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ വികാരങ്ങൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ കണ്ണുനീര് കാണുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ആ ബോധ്യത്തോടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. കരങ്ങളെ യാചനയോടെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു മാസത്തെ മുഴുവനും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒപ്പം നമ്മുടെ വേദനകള്, ദുഃഖങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ എല്ലാം അറിയുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ വികാരങ്ങളിൽ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ജീവിതത്തിന്റെ വഴികളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഈ ആഴ്ചയിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ ഓരോ കാര്യങ്ങളിലും ഇവരെ സംരക്ഷിക്കണമേ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ പ്രകാശിപ്പിക്കണമേ, ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവർക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇവരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഇവരെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ ഇവരെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ കൃപയായി ഇവരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകമായി ഇവരിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയെ ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ പോകുന്ന വഴികളിൽ നിന്ന്, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ബന്ധിച്ചു ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.